എനിക്കൊരു കുട്ടി അയച്ച മെസ്സേജാണ്. ആ കുട്ടി 2, 3 പ്രാവശ്യം MBBSന് വേണ്ടി നീറ്റിന് റിപ്പീറ്റ് ചെയ്തു. ഇത്തവണയും കിട്ടില്ല. ആ കിട്ടില്ല എന്ന് മനസ്സിലായപ്പം വീട്ടുകാര് പുറത്ത് MBBSന് പോകാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയാണ്. അതിനുവേണ്ടി 40 ലക്ഷം രൂപ ആ കുട്ടിയുടെ ഫാദർ ലോൺ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതിനെ ലോജിക്കലി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. 40 ലക്ഷം രൂപ പുറത്ത് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 9% ഇൻട്രസ്റ്റ് റേറ്റിലാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു 6 ഇയേഴ്സ് കൊണ്ട് ഈ ലോൺ റീപേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 56.8 ലക്ഷം രൂപ നിങ്ങൾ റീപേ ചെയ്യേണ്ടി വരും. അതായത് ഒരു മാസം ഏകദേശം 75,000 രൂപ വീതം നിങ്ങൾ 6 ഇയേഴ്സിലോട്ട് റീപേ ചെയ്യേണ്ടി വരും. ഇമാജിൻ, ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് FMG എക്സാം എഴുതണം, ഇന്റേൺഷിപ്പ് ഉണ്ടാവണം. ആ സമയത്തൊന്നും അവർക്ക് ഏർണിങ്സ് ഉണ്ടാവില്ല അല്ലേ? ഇനി നിങ്ങളൊരു PG റെസിഡൻ്റായി ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഏകദേശം 55,000 രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. മേ ബി ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞാൽ അത് 75,000 ആയേക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത് ശരിക്ക് 40 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു കോഴ്സിന് പോകുന്നത് വെർത്താണോ എന്നുള്ളത് നിങ്ങൾ ശരിക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഇത് MBBSന് മാത്രമല്ല, ഏത് കോഴ്സിനും ഭീമമായിട്ടുള്ള തുക പാരൻസിന്റെ മേലെ അടിച്ചേൽപ്പിച്ച് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇവിടെ ഈ കുട്ടി ശരിക്കും ഒരു മാതൃകയാണ്. തൻ്റെ ഉപ്പയെ ഇങ്ങനെ ബുദ്ധിമുട്ടി ഇടങ്ങാറാക്കി പോകണ്ട എന്നുള്ളതാണ് ഈ ഒരു മോള് ചിന്തിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര ആൾക്കാർ ശരിക്ക് നമ്മുടെ ഇടയിൽ ഉണ്ടാവും? ഇങ്ങനെ ഭീമമായി ലോൺ എടുത്ത് വിദേശത്ത് പോകുന്നതിനെ കുറിച്ച് ഈ അടുത്ത് പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. കേരളത്തിൽ അൺപെയ്ഡ് ആയിട്ടുള്ള നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള ലോൺസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഈ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ വഞ്ചിക്കുന്ന ഏജൻസികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?